വിഗ്രഹമില്ല, ഒന്നും പഠിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അധ്യാപകൻ A, B, C വിഗ്രഹങ്ങളല്ലേ, അതെല്ലാം വിഗ്രഹങ്ങളാ. അത് പഠിച്ചില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ മനസ്സ് വേദനിച്ചിരിക്കുമ്പോൾ ആ ഒരു സ്ത്രീ വന്ന് എന്റെ തലയെ കഴിച്ചിട്ട് നല്ല മകൻ, നിനക്ക് ഒരു കുഴപ്പം പറ്റൂല എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ഇല്ലല്ലോ. അതെ അതെ അതെ, അവരൊരു പാവ സ്ത്രീനായിരിക്കാം, പക്ഷെ ആ സ്ത്രീ എന്റെ അടുത്തുനിന്ന് എന്റെ തലയെ വെച്ച് പറയണ ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. അത് ഒരു സന്യാസി എന്ന് പറയുന്നത് അവൻ ഇട്ടിരിക്കുന്ന വസ്ത്രം കൊണ്ട് തന്നെ അവൻ മിതഭാഷയും എന്ത് വേണാലും സഹിക്കണം, അങ്ങനെയാണെന്ന് നമ്മുടെ സമൂഹം എല്ലാവരും അങ്ങ് വിചാരിച്ചു. അതാ പോലീസുകാരനോട് സ്വാമിമാരാകുമ്പോ ദിവ്യദൃഷ്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, ഒന്ന് ധ്യാനിച്ചു നോക്കിട്ട് ആ കുട്ടി എവിടെയാണെന്ന് പറയണം. അല്ല, ഇന്നത്തെ മറ്റേ ഈ നിരീശ്വരവാദികൾ പറയുമ്പോ നിങ്ങൾ ഇരുന്നാ മതി, എല്ലാം തെളിയുമല്ലോ. വിഗ്രഹമില്ല, ഒന്നും പഠിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അധ്യാപകൻ A, B, C വിഗ്രഹങ്ങളല്ലേ, അതെല്ലാം വിഗ്രഹങ്ങളാ. അത് പഠിച്ചില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യാൻ പറ്റും? കണക്ക് ഒരാൾ ചോദിക്കാണ്, ഒരാൾ എഴുതുകയാണ് 1 + 1 = 2 എന്ന് പറയും. അത് എഴുതിയാലേ അല്ലേ മനസ്സിലാവുള്ളൂ. നമുക്ക് പിന്നെ എഴുതുമ്പോൾ അല്ലേ അത് ഓർമ്മ വരും. അല്ല, അപ്പോൾ ഒരാൾ പറയാം ഇല്ല, അതിൻ്റെ യുക്തി എന്താണ്, 1 + 1 = 3 എന്തുകൊണ്ടായിക്കൂടാ? അപ്പോൾ അദ്ദേഹം പറയാണ്, ശരി, ഇതാ ഒരു മുട്ടായി, വേറൊരു മുട്ടായി, ഇത് 2 അത് 2 പറയുന്നതിന് 3 വിളിച്ചൂടെ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒന്നും പഠിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഇപ്പൊ യുക്തിവാദികൾ ചോദിച്ചോണ്ടിരിക്കുന്നത്. യുക്തിയില്ലാത്ത ചോദ്യങ്ങളാണ് അവർ ചോദിച്ചത്. അവർക്ക് യുക്തിയില്ല, അവർക്ക് ധൈര്യമില്ല. ഈ വന്ന പാനലിൽ തന്നെ തോക്കുസ്വാമി, പിന്നെ അതുപോലുള്ള ചില ജ്യോതിഷികൾ, അവരൊക്കെ, പിന്നെ സുനിൽ പരമേശ്വരൻ സാറ്, അവരൊക്കെ ഉണ്ട്. ഈ പറഞ്ഞവരൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇവരെല്ലാവരും ഉണ്ട്, ഇവരെല്ലാവരും സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവർക്കുള്ള ഈ സുനിൽ പരമേശ്വരൻ സാറൊക്കെ മറ്റൊരു തലത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പോലും ചില സമയത്ത് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല, കാര്യം ഇവര് ആക്രമിക്കണേ. അത് ഒരു സന്യാസി എന്ന് പറയുന്നത് അവൻ ഇട്ടിരിക്കുന്ന വസ്ത്രം കൊണ്ട് തന്നെ അവൻ മിതഭാഷയും എന്ത് വേണാലും സഹിക്കണം, അങ്ങനെയാണെന്ന് നമ്മുടെ സമൂഹം എല്ലാവരും അങ്ങ് വിചാരിച്ചു. അതാ ഇപ്പോൾ എൻ്റെ ഗുരുവും ഞാനും കൂടെ കാറിൽ പോവാണ്. ഏതാണ്ട് പട്ടത്തെത്തിയപ്പോൾ വണ്ടി ഒന്നും നിന്നു, എന്നുവെച്ചാൽ ട്രാഫിക് ജാമിൽ നിന്നു. അപ്പോൾ റോഡിൽ നിന്നുകൊണ്ട് ഒരാൾ പാപികളെ എന്ന് വിളിച്ചു. ഒരു പുരോഹിതനാണ്, അങ്ങനെ കോളേജിൽ പ്രൊഫസറാണ്, ഇങ്ങനെ ബൈബിളൊക്കെ വെച്ചു, പാപികളെ എന്ന് വിളിച്ചു. അപ്പോൾ സ്വാമി പതുക്കെ ഗ്ലാസ് താഴ്ത്തി എന്നിട്ട് തലയിട്ട് ചോദിച്ചു, ഈ പറയുന്ന കൂട്ടത്തിൽ ഞാനുണ്ടോ എന്ന് സ്വാമി സത്യാനുസരിച്ച് ചോദിച്ചു. അദ്ദേഹം പേടിച്ചു, സ്വാമിയുടെ ജഡയോട് പേടിച്ചു. ഇല്ലില്ല, സ്വാമി ഇല്ല, എങ്കിൽ അറിയണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഗ്ലാസ് ഇട്ടു. അപ്പം ഞാൻ ഫ്രണ്ടിൽ ചിരിച്ചു പോയി. ഞാൻ സ്വാമിയോട് സ്വാമിയും പാപിയാണെന്ന് പറഞ്ഞിരുന്ന് എന്ത് വരും ചോദിച്ചു. സ്വാമി പറഞ്ഞാൽ ഇടിച്ചവൻ്റെ മൂക്കിന് പഞ്ചറായില്ല. ഈ ആറ്റിറ്റ്യൂഡ് ചുരുക്ക സ്വാമിമാർക്കേ ഉള്ളൂ. മനസ്സിലായി? ബാക്കി മിക്ക അതിൽ ഇരുന്ന ചിലർക്ക് ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ളവർ തന്നെ, പക്ഷെ അങ്ങനെ ധൈര്യമായിട്ട് അതിനെ എതിർക്കുവാൻ അവർക്ക് സമയം കിട്ടൂല. നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഒരാൾക്ക് ഉത്തരം പറയാനുണ്ടെങ്കിൽ ആ ഉത്തരത്തിലേക്ക് അയാൾ ചെല്ലുന്നു, ആ ഉത്തരം എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ മാറ്റിക്കൊണ്ടുപോകും. ഈ സാധാരണ ചാനലിലെ ചർച്ചകളെല്ലാം അങ്ങനെ തന്നെയാണ്. ഉത്തരം പറയാൻ അനുവദിക്കില്ല. അവർക്ക് ഈ ആ റൂട്ടിലൂടെ വന്നാലേ അതിന്റെ ഉത്തരം കറക്റ്റാ കിട്ടുള്ളൂ. അതിനാണ് ഈ ബൗ ജേർണലിസം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ പറയുന്ന ഉത്തരം, നിങ്ങൾ പറയുന്ന ഞാൻ വിചാരിക്കുന്ന ഉത്തരം നിങ്ങൾ പറയണം. പറഞ്ഞില്ലെങ്കിൽ ബൗ ഒന്ന് കുറച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടുത്തെ ആങ്കർ പേഴ്സൺ ഒക്കെ സ്വഭാവം. അതെ, തീർച്ചയായിട്ടും. ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞത് മനസ്സിലായി, എന്ത് മനസ്സിലായി? ഒരു ചിപ്പും മനസ്സിലായിട്ടില്ല. അപ്പൊ ഈ സന്യാസിമാരോട് ചാടി അങ്ങ് പറയും. മിക്കവാറും ഇവരൊക്കെ സാധന ചെയ്യുന്നവരാണ്. അപ്പൊ സുനിലൊക്കെ ഉണ്ട്, സുനിലൊക്കെ നല്ല സാധന ചെയ്യുന്ന ആളുകൾ. അപ്പൊ ചാടി വീണ് മുണ്ട് മടക്കിയിട്ട് കുത്തിക്കൊണ്ട് പറയാൻ അവർക്ക് ധൈര്യം വരില്ല. അതുകൊണ്ടാണ് അവർ ബാക്കിലോട്ട് വലിയുന്നത്. യുക്തിവാദികൾ ഒരു കാലത്തും ഈശ്വരനെ അന്വേഷിച്ച് ധ്യാനിച്ചിട്ടില്ല. അവർ യോഗാഭ്യാസങ്ങൾ പഠിച്ചിട്ടില്ല, ഉപനിഷത്തുകൾ പഠിച്ചിട്ടില്ല, അർച്ചനകൾ എന്താണെന്ന് പഠിച്ചിട്ടില്ല, വിഗ്രഹം എന്താണെന്ന് പറയില്ല. വിശേഷാൽ ഗ്രഹിക്കണം, കണ്ണടച്ചെഴുതുകയാണ്. ഗണപതി എന്ന് പറയുന്നത് ആനയുടെ മുഖമാണ്. എല്ലാ വിഘ്നങ്ങളെയും തല്ലി തകർക്കാനുള്ള മനസ്സിലുള്ള ശക്തിയാണ്. ആന പോലൊരു സൃഷ്ടിയില്ലല്ലോ, എല്ലാ വിഘ്നങ്ങളും തകർക്കും. കാലുകൊണ്ട് ചവിട്ടുന്നു, പിഴുതെറിയുന്നു, എല്ലാം പറ്റും. എപ്പോഴും ചെവി എപ്പോഴും ആക്റ്റീവാണ്. നമ്മൾ പോസിറ്റീവ് ഉള്ള കാര്യങ്ങൾ നമ്മൾ റിസീവ് ചെയ്യാം. പിന്നെ ഏറ്റവും ദിവസം തുമ്പിക്കയിലിരിക്കുന്ന മോദകമാണ്. മോദകം വെച്ചാൽ സന്തോഷം നടത്തും. നമ്മളെപ്പോഴും വി ഷുഡ് ബി ഹാപ്പി. ജീവിതത്തിന്റെ മധുരം നുണഞ്ഞിരിക്കുക എന്നുള്ള നീലാണ്ട് ഒരുപാട് പറഞ്ഞിരിക്കുന്ന സംഭവമുണ്ട്. ആനന്ദമായി ഇരിപ്പിൻ,
എല്ലാം അതിൽ താനേ വന്നാണ്. ഭയങ്കര ഫിലോസഫി അല്ലേ. അതായത് 4-5 ദിവസം നീളേണ്ട ഒരു കണ്ടിന്യൂസ് ധ്യാനത്തിലായിരുന്നു. ആ ധ്യാനത്തിൽ നിന്ന് ഉണർന്നപ്പോൾ എൻ്റെ ഗുരു സ്വാമി സത്യാനന്ദ അദ്ദേഹം ശിഷ്യനായിട്ട് കൂടെയൊക്കെയാണ് ചെന്ന് സ്വാമിയോട് 2-3 ചോദ്യങ്ങൾ ചോദിക്കും. അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്ന ആളെ അല്ല നീളേണ്ട ഒരു പദം. അപ്പോൾ ഒന്ന് ചോദിച്ചത്, ഈ ജീവിതത്തിൽ ഏത് പാഠം നമ്മൾ പഠിച്ച് സ്വായത്തമാക്കിയാലാണ് ജീവിതം പൂർണ്ണമായിട്ട് വിജയിക്കും എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരവാണ് ആനന്ദമായി ഇരിപ്പിൻ, എല്ലാം അതിൽ താനേ വന്നണിയുന്നതാണ്. നമ്മൾ സന്തോഷിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഭാഗ്യങ്ങൾ മുഴുവൻ വന്നെത്തും. എല്ലാം വരും. വല്ലാത്തൊരു ഫിലോസഫിയാണ് അല്ലേ. അത് 4ാം ക്ലാസ് പോലും പഠിച്ചിട്ടുള്ള മനുഷ്യനാണ്. ആ മനുഷ്യന് ഇതുപോലെ ഒരിക്കൽ സ്വാമിനോട് പറയായിരുന്നു, ഒരു വലിയ പ്രൊഫസർ അദ്ദേഹത്തെ കാണാൻ വന്നു. എന്നിട്ട് ഉപനിഷത്തുകളിലെ ചില ചോദ്യങ്ങൾ ചോദിച്ചു, സംശയങ്ങൾ. അപ്പൊ നീലകണ്ഠദേവൻ പഠിച്ചിട്ടേ ഇല്ല, അദ്ദേഹം രാമായണം വായിച്ചിട്ടാണ് മലയാളം പഠിച്ചത്. അപ്പോൾ അദ്ദേഹം അതിന് കൃത്യമായ ഉത്തരം പറഞ്ഞു. അതിന് റെഫറൻസ് ഉപനിഷത്തുകളിൽ കൃത്യമായ ഉത്തരം പറഞ്ഞു, ഇതാണ് എൻ്റെ ഉത്തരം. അപ്പോൾ ഈ പ്രൊഫസർ ചോദിച്ചു, അദ്ദേഹം സംസ്കൃത പ്രൊഫസറാണ്, അങ്ങ് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഞാൻ ഇത്രയധികം ഉപനിഷത്തുകളെ തിരഞ്ഞെടുത്തില്ല? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയാം, ഞങ്ങളെന്നാണ് പറയുന്നത്, ഞങ്ങൾ പിറകോട്ട് നടന്നാടേ പഠിച്ച് നിറഞ്ഞിട്ട് ഓടിക്കളഞ്ഞു, അവിടെ നിറങ്ങി ഓടിക്കളഞ്ഞു, ഇരിക്കുന്ന മണ്ഡപത്തിലാണ്. അപ്പൊ സ്വാമിക്ക് അത് മനസ്സിലായില്ല. എൻ്റെ ഗുരു എന്ന് ചെറുപ്പമാണ്. അപ്പോൾ ഈ പ്രൊഫസർ സ്വാമി എൻ്റെ ഗുരുവിനോട് പറഞ്ഞു, സുഹൃത്തെ ഇവിടം വിടരുത്, ഇതൊരു ഭയങ്കര സംഭവമാണ്, വലിയ യൂണിവേഴ്സിറ്റിയാണ്. സ്വാമി ആക്ച്വലി ഹിമാലയത്തിൽ തപസ് ചെയ്യാൻ പോകുന്ന വഴിയാണ് സ്വാമി കാണുന്നത്, അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പോൾ സ്വാമി ചോദിച്ചു, എന്താണ് ഈ പിറകോട്ട് തിരിഞ്ഞ് പഠിച്ചെന്ന് പറഞ്ഞു. അത് കൈവല്യോപനിഷത്തിൽ സൂര്യൻ്റെ അടുത്ത് എന്നിട്ട് ഹനുമാൻ എനിക്ക് ബ്രഹ്മജ്ഞാനം തരണം, അതിൻ്റെ ബ്രഹ്മവിദ്യ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ സൂര്യൻ പറഞ്ഞു, ഞാനിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യ അനങ്ങുന്നില്ല എന്ന് പറഞ്ഞ ശാസ്ത്രവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രം തമ്മിൽ അപ്പൊ മുഖതാവിൽ നിന്നേ പഠിക്കാൻ പറ്റും. ഓൺലി ഒരു ഗുരുവിൽ നിന്ന് നേരിട്ട് അത് പഠിക്കാൻ പറ്റും. എന്തൊക്കെ പറഞ്ഞാലും ശരി, പുസ്തകം വായിക്കാം. അപ്പോൾ അത് ഹനുമാൻ പിറകോട്ട് നടന്ന് പഠിച്ചു. ഹനുമാന്റെ പൂജയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയത്. പിറകോട്ട് നട ഇപ്പൊ ഇത്ര ഒരു ഔന്നത്യത്തിലേക്ക് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരാൾ എത്തുക എന്ന് പറഞ്ഞാൽ അത് സാധനം ഉണ്ടല്ലേ. അപ്പൊ തീവ്രമായ സാധന. ഞാൻ എൻ്റെ ആശ്രമത്തിൽ ഞാൻ സ്ഥാപിച്ച ആദ്യ ആശ്രമത്തിൽ ഏതാണ്ട് ഒരു 8 വർഷത്തോളം കണ്ടിന്യൂസ് മെഡിറ്റേഷനിലായിരുന്നു. മെഡിറ്റേഷനും ജപവും ധ്യാനവും ഇങ്ങനെയാണ്. ആ സമയത്ത് എനിക്ക് ഈശ്വര വിശ്വാസം ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ ഈശ്വരന് പറഞ്ഞത് എനിക്കൊരു അനുഭവമാണ്. അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു സംശയം പോലും ഇല്ലാത്തൊരനുഭവമാണ്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായിരുന്നു അനുഭവം? അത് ഈശ്വര ദർശനം തന്നെ, വേറെ പിന്നെ മറ്റൊരു രോഗം ഉണ്ടെന്ന് പിടികിട്ടും. നമ്മൾ എന്താണെന്നൊക്കെ പിടികിട്ടും, എന്തിനാണ് വന്നത്, എന്തിനാണ് പോകുന്നത്, അത് നമുക്ക് പെട്ടെന്നൊരു അറിവ് വന്ന പോലെയാണ്. അല്ല, ഇവിടെ ഈ അതും ഈ ലോകത്ത് തന്നെയാണോ? ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ടൈം കോണ്ടിനെന്റിന് അപ്പുറമാണ്. അതിനപ്പുറമാണ്. ഇവിടെ തന്നെയാണോ? ഇവിടെ വെച്ചാൽ നമ്മുടെ ലോകം മാറുന്നു. നമ്മളിപ്പോ ഇരിക്കുന്നില്ലേ, ഇതങ്ങ് മാറിയിട്ട് നമ്മൾ വേറൊരാളാവുന്നു. അതാണ് സത്യം. അതാണ് സത്യം. ഇതല്ല സത്യം. ഇത് നമുക്ക് ആ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ, ഈ മീൻ ഇങ്ങനെ മുകളിൽ വന്ന് ആകാശം കണ്ടിട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ അത് മറ്റു മീനിനോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാൻ പറ്റും. പക്ഷെ ആ മീനെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടതാണ്, അനുഭവമാണ്. ഭക്തനെ സംബന്ധിച്ചിടത്തോളം, സന്യാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അനുഭവം. അപ്പൊ എനിക്ക് അനുഭവം കിട്ടില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കില്ല. പക്ഷെ ഗുരു പറഞ്ഞ എന്തും അനുസരിക്കും. അങ്ങനെ ഒരു ഗുണം മാത്രമേ സത്യം എനിക്കുള്ളത്. ഗുരു പറഞ്ഞ എന്തും അനുസരിക്കും. അപ്പം സ്വാമി ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇവിടെ ഇരുന്നോണം. അങ്ങനെ എന്നെ ഇരുത്തിയിട്ട് 25 വർഷം കഴിഞ്ഞാണ് സ്വാമി വരുന്നത്. അതിനുശേഷം 25 years. അപ്പം ഞാനിത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പൊളിഞ്ഞിടുന്ന ഒരു അമ്പലം ശരിയാക്കി അതിൽ പൂജ, ജപം, ധ്യാനം, അത് ഇത് ഏതാണ്ട് ഒരു 10 രൂപ ദിവസത്തിൽ ആഹാരം, അങ്ങനെ കണ്ടിന്യൂസ്ലി ഇൻ മെഡിറ്റേഷൻ, കണ്ടിന്യൂസ്ലി ഇൻ പൂജ. രാത്രി 12 മണിയൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുമ്പോൾ ഞാൻ ചിലപ്പോൾ ദേവിയോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ആഭരണങ്ങൾ ഏതെങ്കിലും ഒരു ആഭരണം ഞാൻ കൊണ്ടുപോയി മുത്തൂറ്റിൽ പണയം വെച്ച് 10 രൂപ ചുമ്മാ കയറി ഇരുന്നാൽ മതി. ഒരു മനുഷ്യന്റെ അനുഭവം തരണ്ടേ? ചുമ്മാ ഇരുന്നാൽ മതി, വലിയ രസമായിട്ട്. ഇതൊക്കെ നമ്മൾ വി ബിക്കം സോ ക്ലോസ് ടു എ പേഴ്സൺ. അത് ലൈവായിട്ട് മാറുന്നു, അത് ലൈഫായിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ വളരെ വേദനിക്കുന്ന നിമിഷങ്ങളിൽ അനുഭവം വരും. നമ്മളെ പുഷ്പം പോലെ അതിൽ നിന്ന് മാറ്റിക്കളയും. നമ്മൾ അത്ഭുതമുണ്ട്, ഏത് ശക്തിയാണ് നമ്മളിവിടെ ഇങ്ങനെ പ്രവർത്തിച്ചത്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങളുടെ ആശ്രമത്തിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു പെൺകുട്ടി, അവളെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ, അവളെ കാണാനില്ലാതായി. കാണാനില്ല, ആ കുട്ടി കാണാനില്ല. അപ്പം
അതിൻ്റെ അമ്മയൊക്കെ ഒന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ആ കുട്ടി ഇവിടെ ഒരിക്കലും താമസിച്ചിട്ടില്ല, വന്നിട്ട് കുറച്ച് നിന്നിട്ട് പോകുന്നല്ലാതെ സ്പിരിച്വൽ ഇതൊക്കെ ഉള്ള കുട്ടിയാണ്. പക്ഷേ അവരുകൊണ്ട് പോലീസിൽ കേസ് കൊടുത്തു. ഈ ആശ്രമത്തിൻ്റെ പേരിലായിരിക്കും. എൻ്റെ പേരിൽ എനിക്കറിയാതെ പോകില്ല, അവിടെ ഇല്ലയെന്നറിയാം. കാരണം നമ്മുടെ അവിടെ റൂമൊന്നും ഇല്ലല്ലോ, ഒരു കൂര മാത്രമേ ഉള്ളൂ, എനിക്കറിയാം. അപ്പോൾ പോലീസുകാർ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആ കുട്ടി ഇടയ്ക്ക് വരും പോവും. അപ്പം ഞങ്ങൾക്ക് ഗ്രാമത്തിലെ സന്യാസിന്മാരൊക്കെ അവിടെ താമസിച്ചു, അവിടെ ഉണ്ടോ നോക്കാം, അവിടെയും വന്നിട്ടില്ല. അപ്പോൾ ആ പോലീസിൻ്റെ സമീപനമാണ് എനിക്ക് ചിരി വന്നു. പോലീസുകാരുണ്ട്, സ്വാമിമാരാകുമ്പോൾ ദിവ്യദൃഷ്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, ഒന്ന് ധ്യാനിച്ച് നോക്കിയിട്ട് ആ കുട്ടി എവിടെയാണെന്ന് പറയണം. അല്ല, ഇന്നത്തെ മറ്റേ ഈ നിരീശ്വരവാദികൾ പറയുമ്പോൾ നിങ്ങൾ ഇരുന്നാൽ മതി, എല്ലാം തെളിയുമല്ലോ, ആഹാരം കിട്ടുമല്ലോ എന്ന് പറയുമ്പോൾ ലൈഫ് അതുപോലെയാണ് പോലീസുകാർ പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ ആശ്രമത്തിൽ ഇരിക്കുമ്പോൾ അവിടെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി വന്ന് എന്നോട് പറഞ്ഞു, സ്വാമി വിഷമിക്കല്ലേ. ഞാൻ ചോദിച്ചത് ഞാൻ നീളേണ്ട ഒരുപാട് പ്രതിയുടെ ഇപ്പുറത്തിരിക്കുകയാണ്. എവിടെയെങ്കിലും അവൾ കാണും, സ്വാമി വിളിക്കുമായിരിക്കുന്നു. ഞാൻ വിളിക്കട്ടെ, നമ്മളെ സംബന്ധിച്ചല്ലേ അതിനകത്ത് ഒരു കാര്യമില്ലല്ലോ, ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം, എല്ലാവരും ഇവിടെ പോയിരിക്കാനേ പറ്റും. അപ്പോൾ എന്നാലും ഉള്ളിൽ വിഷമമുണ്ട്, കാരണം അറിയാമല്ലോ ഇന്നത്തെ കാലത്താണെങ്കിൽ പിന്നെ അത് പറയാൻ പറ്റില്ല. അന്നാണ് ഇത്ര വർഷം മുമ്പ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു വയസ്സായ സ്ത്രീകൾ വന്നിട്ട് ഞാൻ ആശ്രമങ്ങളാകുമ്പോൾ ഇങ്ങനെ ആഹാരത്തിനൊക്കെ ആയിട്ട് അങ്ങനെ ഒരാളായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് തേടുകയാണ്, ഇതിവിടെ എവിടെ പോയിരിക്കും, എങ്ങനെയായിരിക്കും, എനിക്ക് എങ്ങനെ ഒരു ക്ലൂ തരുമോ അതിൽ. അപ്പോൾ അവരിങ്ങനെ വന്ന് അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, അവിടെ ചെറിയ മതിലുണ്ട്, ആ മതിലിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പോയി. അപ്പം ഞാൻ പറഞ്ഞു അവിടുത്തെ സ്റ്റേഡിയമാണ്, അവിടെ വീട് പോകും. എന്ന് വെച്ചിട്ട് അവരിങ്ങനെ അടുത്തു പോകും. എന്നിട്ട് എൻ്റെ തലയിൽ കൈ വെച്ചിട്ട്, നല്ല മോൻ, ഒരു കുഴപ്പം വരില്ല, ആ സ്ത്രീനോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഈ അമ്മ എന്തോ ഈ പറയണത്. അപ്പോൾ എനിക്ക് ഇത് ഒരു ഈശ്വര ചൈതന്യമാണോന്നും ഒരു ഇതില്ലല്ലോ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളുമല്ല. പക്ഷെ അവരങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അമ്മ എവിടെ നിന്ന് വരുന്നു? ഞാൻ പൂന്തറ ദേവീക്ഷേത്രത്തിൽ നിന്ന് വരികയാണ്. ഞാൻ പൂന്തറ ദേവീക്ഷേത്രം വലിയ ബന്ധമല്ലേ, പൂന്തറ സ്വാമിക്കാണ് വല്ലപ്പോഴും പോയി അവിടെ നിന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നത്, ദൈവമാണ്. അപ്പം ഞാൻ അമ്മയ്ക്ക് വഴി തെറ്റിയതാണ്, പൂന്തറ ആയിട്ടില്ല, നിങ്ങൾ സ്റ്റാച്യു വരെ എത്തിയിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്തു, ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, എടാ നീയേ അമ്മയൊന്ന് കയറ്റി വിടണം, പൂന്തറ കയറ്റി വിടണം. അപ്പോൾ ആഹാരം കഴിച്ചു ചോദിച്ചു, വേണ്ട ആഹാരമൊന്നും വേണ്ട. ശരി എന്നാൽ ഞാനെപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ വീണ്ടും മനസ്സിലാകത്തേക്ക് ഗുരുവിനെ സങ്കല്പിച്ചുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യാണ് ഈ കുട്ടിയോട്. അപ്പം ഈ കുട്ടി എൻ്റെ അടുത്ത്, സ്വാമി ആ സ്ത്രീ അവിടെ പോയി ചോദിച്ചു. ഞാൻ ഇവിടെ ഇല്ലേ? അപ്പം ഞാൻ വെളി കാണും, അവർ വെളിയിറങ്ങി നിൽക്കാറ്. അവൾ അവിടെ മുഴുവൻ നടന്നിട്ട് ആ സ്ത്രീയെ കണ്ടില്ല. ഇത് ആ സ്ത്രീ എവിടെയെങ്കിലും പോയിരിക്കും, നമുക്ക് അറിഞ്ഞൂടാ, ആയിരിക്കാം. ഞാനതിനെ അങ്ങനെ ദേവിയുടെ അവതാരം കണ്ടു എന്ന് ഞാൻ പറയും. അങ്ങനെ പറയുള്ളൂ. ഗുരുവായൂർ പോയപ്പോൾ അവിടെ ഒരു കൊച്ചു ചെറുക്കൻ വന്ന് പറഞ്ഞു എന്നൊക്കെ പറയല്ലേ, ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാൻ മനസ്സ് വേദനിച്ചിരിക്കുമ്പോൾ ആ ഒരു സ്ത്രീ വന്ന് എൻ്റെ തലയിൽ കഴിച്ചിട്ട്, നല്ല മകൻ, നിനക്ക് ഒരു കുഴപ്പം പറ്റില്ല എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ഇല്ലല്ലോ. അതെ, അവരൊരു പാവ സ്ത്രീനായിരിക്കാം, പക്ഷെ ആ സ്ത്രീ എൻ്റെ അടുത്തുനിന്ന് എൻ്റെ തലയിൽ വെച്ച് പറയേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഭയങ്കര വറീഡായിട്ടും അല്ല ഇരിക്കുന്നത്, അങ്ങനെ വറീഡായിട്ടൊന്നും അല്ല ഇരിക്കുന്നത്. അതിനെ ഞാൻ ഈശ്വരൻ എന്ന് വിളിക്കുന്നു. എൻ്റെ മനസ്സ് മനസ്സിലായി. അത്തരം അനുഭവങ്ങൾ നമുക്ക് ഈശ്വരൻ നിരവധി, അത്തരം അനുഭവങ്ങൾ നമുക്ക് ഈശ്വരൻ നമ്മളെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരാൾ എവിടെയോ ഉണ്ട്. അതാണ് അതിലോട്ട് അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ഏതുപോലെ വെച്ചാൽ വിദൂരയിൽ നിന്ന് ഒരു പാട്ട് കേൾക്കുന്നു ഇടയ്ക്കിടയ്ക്ക്, ഇതാരാണ് പാടുന്നതെന്ന് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴാണ്. നമുക്കറിയില്ല എന്തിനിങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളെ രക്ഷിച്ചു. ഇതുപോലെയല്ല നിരവധി ഇൻസിഡൻസ് ഉണ്ട്. അപ്പോൾ സാധാരണ ബുദ്ധിയുള്ള ഒരാൾ സംതിങ് ഇസ് ദെയർ എന്ന് തോന്നും. പിന്നെ ഞാനിങ്ങനെ പോയിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ പറയാം, അതൊന്നും കണ്ട് ഞാൻ വീഴുമെന്ന് വിചാരിക്കില്ല. അതല്ലാതെ നേരിട്ട് തന്നെ പറ്റും. ഇനി അങ്ങനെ ഞാൻ നേരിട്ട് വന്നില്ലെങ്കിൽ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ പൂയിച്ച് ചത്തു പോകും, അത്രേ ഉള്ളൂ. നിനക്കാണ് കുഴപ്പം. അടുത്ത ജന്മം ഞാൻ നിരീശ്വരവാദിയായിട്ട് വരും. അങ്ങനെ വന്ന് എൻ്റെ തീരും. അത് നിനക്കാണ് മോശം. ഇത്രയും വർഷമായിട്ട് രാവിലെ എണിച്ച് 3 മണി തൊട്ട് പൂജ കഴിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല.
അതെ. അപ്പോൾ പലരും ഉപദേശിക്കാൻ വരും, നിന്റെ ജീവിതം ഇങ്ങനെ കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലര് ശിഷ്യത്വം ചോദിച്ചു വരും. ഇതൊന്നും നമുക്ക് ശിഷ്യത്വം കൊടുക്കാൻ നമുക്കെന്ന് പറഞ്ഞോളാം. നമുക്ക് സ്വാമി തന്നിട്ടുള്ള 25 ഉപദേശങ്ങൾ അതനുസരിച്ചുള്ള യോഗവിദ്യ അനുസരിച്ചുള്ള ജീവിതവും അത്രേ ഉള്ളൂ. അത് ഒറ്റോട് അല്ല. ഇപ്പം അങ്ങയുടെ ഈ ആശ്രമത്തിൽ ഒരുപാട് പേര് ചെറുപ്പക്കാർ പലരും വരുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അവരാരും ഈ ശിഷ്യന്മാരായിട്ടാണോ വരുന്നത് അതോ അല്ല ഡിവോട്ടി എന്നുള്ള? ഞാൻ അങ്ങനെ ഒരാൾ ശിഷ്യത്വം ചോദിച്ചു ഞാൻ എനിക്ക് കൊടുക്കാറുണ്ടെന്ന് പറയും.